ഒരു പെൺകുട്ടി അയലത്ത് വീട്ടിലുള്ള എവിടെയാ ഒരു വണ്ടിപ്പെരിയാറിൽ ഒരു പെൺകുട്ടി മരിച്ചു. അയലത്ത് വീട്ടിലുള്ളവരെ അറസ്റ്റ് ചെയ്തു അവനാണെന്ന് പറഞ്ഞു. കോടതി ഒരു കൊല്ലം കഴിയുമ്പോൾ അവന് വെറുതെ വിട്ടു. ഞാൻ ചോദിക്കട്ടെ, ആ പെൺകുട്ടി മരിച്ചു, അതിനെ പീഡിപ്പിക്കപ്പെട്ടു, കുഞ്ഞു ഉച്ചായിരുന്നു, അതിന് എവിടെ നീതി കിട്ടും? അതിന് ആര് നീതി കൊടുക്കും? അതിന് നീതി കൊടുക്കുന്ന ഒരു ലോകം ഉണ്ടെങ്കിൽ ആ ലോകം ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണോ? ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ കുഞ്ഞു പിള്ളേർ ജനിച്ചിങ്ങോട്ട് വരുന്നു, 5-6 വയസ്സാകുമ്പോഴത്തേക്കിനും വണ്ടി ആക്സിഡന്റിലോ എങ്ങനെങ്കിലും മരിച്ചു പോകുന്നു. അതിന്റെ കൂടെയുള്ള സഹോദരങ്ങൾ അച്ഛനും അമ്മയുടെ കൂടെ ജീവിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ട അവകാശം ഉണ്ടായിരുന്നതല്ലേ? അതിനെ പോലും അറിയാതെ മരിച്ചുപോയി. ആ കുഞ്ഞുങ്ങൾ പിന്നെ അത് അതിന്റെ അച്ഛനും അമ്മയോട് ജീവിക്കാനുള്ള അവകാശം അതിന് ഇവിടെ കിട്ടും. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ തിങ്കേഴ്സ് അവർക്ക് പല കാര്യങ്ങളും നടക്കത്തില്ല. ഞാനിവിടെ എല്ലാവരും മതഭ്രാന്തനാണോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഞാൻ ദൈവവിശ്വാസി ആയതുകൊണ്ട് എനിക്ക് നന്മ മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇത് വിശ്വസിക്കുന്നതെല്ലാം നല്ല ചെയ്യുന്നതല്ല. ഉസ്താദ്മാർ എത്ര പേര് പീഡിപ്പിക്കുന്നുണ്ട്, പള്ളിയിലച്ചന്മാർ എത്ര ചെയ്യുന്നുണ്ട്, ഒരു സ്വാമിയുടെ സാധനം കണ്ടിച്ച് കളഞ്ഞതിന്റെ വിഷയങ്ങൾ കൊണ്ടാ. അപ്പോൾ ഇതിനെല്ലാം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളപ്പോൾ മതഭ്രാന്തനാവാതിരിക്കുക, നമ്മുടെ വാദിച്ച് എന്റെ മതം എന്നുള്ളത് മാറ്റി നിർത്തി അതിൽ നിന്ന് നന്മ ഉൾക്കൊള്ളുക. ഞാൻ നല്ല മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അപ്പോൾ നല്ല മാത്രം ചെയ്യാം. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് നല്ല ഞാൻ അതിന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ദ്രോഹമുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ വർജിക്കും. ഞാൻ പന്നിയൊന്നും തിന്നത്തില്ല. ഞാൻ എന്റെ വിശ്വാസമായിട്ട് പന്നി തിന്നത്തില്ല. ഞാൻ പന്നി തിന്നത്തോട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. അതിനെ പറഞ്ഞത് എന്റെ വിശ്വാസമായിട്ട് ഞാൻ പന്നി തിന്നാൻ നിന്നെ കൂടെ തീറ്റിക്കുവാണെങ്കിലോ അത് തെറ്റല്ലേ? ഞാൻ അങ്ങനെയില്ല, ഞാൻ തിന്നുന്നില്ല. നിനക്ക് തിന്നായിരിക്കും, ഒരു പ്രശ്നവുമില്ല. നിനക്ക് വലിയ തിന്നുന്ന, നിനക്ക് നിന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസത്തിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്റെ വിശ്വാസം വെച്ച് ഫോളോ ചെയ്യുന്നു, നിനക്കൊരു ശല്യമില്ല, പോയിക്കൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. അപ്പൊ ഇവിടെ മതപരമായിട്ട് ക്ലാസ് ഒന്നും അല്ല. ഞാൻ വിശ്വാസിയാണ്. അതിന്റെ എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പോസിറ്റിവിറ്റി ആയിട്ട് പോകുന്നു, എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് അതുകൊണ്ടാണ്.